ഹായ് ഗെയ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞങ്ങൾ വീട്ടിൽ മരമൊക്കെ വെട്ടി തള്ളിയിരിക്കട്ടോ, പറമ്പിൽ തൊടിയിലേ. അപ്പോൾ അവിടെ അലക്കണ കല്ലൊക്കെ അല്ലേ, അതെല്ലാം പോയിട്ടോ. അപ്പോൾ അവിടെ അലക്കാൻ സ്ഥലമില്ല, പിന്നെ പൈപ്പിലും വെള്ളം കുറവ്. പിന്നെ നേരെ പോന്നു ഞങ്ങൾ പുഴയിൽ വന്നപ്പോൾ ഞാൻ ഇതുവരെ വന്ന പുഴയേ അല്ല, ആകെ ഞെട്ടിപ്പോയി മക്കളെ. വെള്ളം കണ്ടിട്ട് നല്ല വെള്ളം കേട്ടോ. പിന്നല്ലാണ്ട് ഉച്ചക്ക് ഒരു മണിയൊക്കെ സമയത്താട്ടോ ഞങ്ങൾ പോയത്. അപ്പം രാവിലെ പോവാനും സമയം ഉണ്ടായിരുന്നില്ല. പിന്നെ കുട്ടീനെ ആരെടുത്ത് നിർത്തിയിട്ടാ പോവുക. പിന്നെ രാജീവേട്ടനെ നൈറ്റ് ആയിരുന്നു. അപ്പം നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ആള് വരുമല്ലോ. അപ്പം അതിന് ശേഷം ഉച്ചയൊക്കെ ആകുമ്പോൾ ചേട്ടന് രാവിലെ ഓട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ ഓട്ടം കഴിഞ്ഞ് വന്നിട്ട് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വന്ന സമയത്താട്ടോ ധോനി ബേബി ഉറങ്ങുമായിരുന്നു. ഞങ്ങൾ പുഴയ്ക്ക് വരികയാണെന്നൊക്കെ പറഞ്ഞ് തുണികളും സോപ്പൊക്കെ എടുത്ത് ഇറങ്ങിയതും ധോനി ബേബി എണീറ്റു കേട്ടോ. പിന്നെ ആരെടുത്താ നിർത്തുക, പിന്നെ രാജീവേട്ടൻ ഉറങ്ങുമായിരുന്നു. അപ്പോൾ രാജീവേട്ടൻ്റെ അടുത്ത് നിർത്തിയിട്ട് അങ്ങനെ പോന്നു. ഞങ്ങൾ വന്നപ്പോഴാണ് നല്ല വെള്ളം കേട്ടോ. ഞാൻ രാജേട്ടൻ തന്നെ വന്നത്. ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഭക്ഷണം ഇപ്പോൾ വേണ്ടാന്നൊക്കെ പറഞ്ഞു ഏട്ടൻ. ഭക്ഷണം കഴിച്ചിട്ട് വരാമെന്നൊക്കെ പറഞ്ഞു, പക്ഷെ ഭക്ഷണം വേണ്ട പറഞ്ഞു. വന്നിട്ട് കഴിക്കാമെന്നൊക്കെ പറഞ്ഞു, വേഗം വരണം എന്നൊക്കെ പറഞ്ഞിട്ടേ. അപ്പോൾ 2:30 ഓട്ടം ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ 1 മണി സമയത്തായിട്ട് ഞങ്ങൾ വന്നത്. അപ്പോൾ ഒരുപാട് അലക്കാനും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ അലക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങാൻ വേണ്ടി നോക്കുമ്പോൾ നമ്മൾ ആദ്യമൊക്കെ അലക്കിയിരുന്ന സ്ഥലമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ കാഞ്ഞിരപ്പുഴ ഡാമിൽ നിന്ന് വരുന്ന പുഴയാണിത്. അപ്പോൾ ഇപ്പോൾ ഈ മഴ നല്ല നിന്ന സമയത്ത് ഡാമിൻ്റെ 2-3 ഷട്ടറുള്ളൂ. ആ 3 ഷട്ടറും എത്രയോ ശതമാനം എത്ര ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇത്രയും കൂടുതൽ വെള്ളം. അപ്പോൾ ഇതാണ്ടോ ഞങ്ങൾ വന്ന സമയത്ത് ഇതിൻ്റെ മുകളിൽ വെള്ളം നിന്നായിരുന്നു, ഈ പാറയുടെ മുകളിൽ വെള്ളം നിന്നായിരുന്നു. അപ്പോൾ വെള്ളം ഷട്ടർ താത്തിയിട്ടുണ്ട് തോന്നുന്നുണ്ട്, കാരണം വെള്ളം കുറഞ്ഞു വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളം കുറയുന്നതിനനുസരിച്ച് പാറയിൽ കൂടെ കുറേശ്ശെ താഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങിയിട്ട് വേണം അലക്കിയെടുക്കാൻ കേട്ടോ. എനിക്കൊക്കെ ഇങ്ങോട്ട് വെള്ളത്തിൻ്റെ ശക്തിയും ശബ്ദമൊക്കെ കേട്ടിട്ട് ആ സമയത്തല്ലേ പോയിരിക്കുന്നത്, നട്ടുച്ച സമയത്തല്ലേ പോയിരിക്കുന്നത്. അപ്പോൾ ഭയങ്കര പേടി തോന്നുക നമുക്ക് കേട്ടോ. വെള്ളം ഇങ്ങനെ വന്ന് കുത്തി ചുറ്റിയൊക്കെ വരിക കേട്ടോ. അപ്പം അങ്ങനെ വന്ന് ചാടണയൊക്കെ ശബ്ദം കേൾക്കുമ്പോൾ ഭയങ്കര പേടി തോന്നുക. അപ്പം അങ്ങനെ വെള്ളം നല്ല കുറഞ്ഞിരിക്കുന്നുണ്ട്. വന്നപ്പോൾ ഈ പാറയെല്ലാം മൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനും ഏട്ടനും കൂടി, ഏട്ടൻ കരയത്തിരുന്നേ, ഏട്ടനെയൊക്കെ അങ്ങോട്ട് ഇറക്കാൻ തന്നെ എനിക്ക് പേടിയായിരുന്നു കേട്ടോ. എനിക്ക് തന്നെ കയ്യും കാലും വിറക്കി എനിക്ക്, കാരണം അങ്ങനെ ചെരിങ്കുത്തിലാണ് ഇങ്ങനെ നിന്നിട്ട് അലക്കണതും. പിന്നെ കാലൊക്കെ ഒന്ന് വഴുതി, കാരണം വെള്ളം തന്നെ ഇങ്ങനെ ഭയങ്കര ശക്തി കേട്ടോ. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് അലക്കലൊക്കെ കഴിഞ്ഞു. പിന്നെ രാജേട്ടനും ഞാനും കൂടി വന്നു, പിന്നെ വീട്ടിലേക്ക് വന്നു. അപ്പം ഇനി ധോനി ബേബി ഫീഡ് ചെയ്യാണ്ടേക്ക് അങ്ങനെ പോയതാട്ടോ. പിന്നെ അവള് വാശി പിടിക്കുന്നുണ്ടോന്നൊന്നും അറിയില്ല. വീട്ടിലെ മരങ്ങളൊക്കെ, പറമ്പിലെ മരങ്ങളൊക്കെ കൊടുത്തിരിക്കുകയാണേ. അപ്പോൾ അവിടെ ഇങ്ങനെ പണിക്കാരും എല്ലാവരും ഉണ്ടായിരുന്നു. മരമെല്ലാം വെട്ടിത്തള്ളിയിട്ടൊക്കെ. അപ്പോൾ അലക്കാനിട്ട കല്ലെല്ലാം പോയി. അപ്പോൾ അലക്കാനൊന്നും സ്ഥലമില്ല, പിന്നെ വെള്ളം പിടിച്ചു വെക്കാനൊന്നും സൗകര്യമില്ല, എല്ലായിടത്തും വെട്ടിയിട്ടിരിക്കുക. അപ്പം അങ്ങനെ രാജേട്ടൻ അലക്കിയിടാൻ അഴ കെട്ടിയത് അതെല്ലാം പൊട്ടിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ വീടിനകത്ത് കെട്ടിയ അഴയിൽ തന്നെ ഇടണം. അപ്പം അങ്ങനെ അഴയിൽ അവിടെ തോരയിട്ടിട്ടൊന്നുമില്ല, അങ്ങനെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അലക്കിയത് തോർത്തണം. ഇനി അപ്പോഴത്തേന് ഞങ്ങൾ കയ്യും കാലൊക്കെ കഴുകിയിട്ട് പിന്നെ ഭക്ഷണം വിശന്നിട്ട് വയ്യാറുണ്ട്. പിന്നെ രാജേട്ടനും ഞാനും കൂടി ഭക്ഷണം കഴിച്ചു. ധോനി ബേബി അതുവരെ ഒന്നും നിന്നില്ല കേട്ടോ, അവൾ വാശി പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ടാറ്റ ബൈ.